ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. എന്ന് ഇതുപോലെ വന്ന് ഇൻട്രൊഡക്ഷൻ തരണമെന്ന് വിചാരിക്കും, പക്ഷെ അത് നടക്കാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വരാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചില്ലി ചിക്കൻ്റേതാണ്. എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചില്ലി ചിക്കൻ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആവശ്യമുള്ള ചേരുവകൾ: ചിക്കൻ 250 ഗ്രാം, കോൺഫ്ലോർ 1.5 ടേബിൾ സ്പൂൺ, മൈദ 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുട്ട ഒരെണ്ണം, സൺഫ്ലവർ ഓയിൽ വറുക്കാൻ ആവശ്യത്തിന്. ഇനി ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് 1 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം, സവാള 1 എണ്ണം, ക്യാപ്സിക്കം പകുതി, ഉപ്പ് ആവശ്യത്തിന്, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1.5 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 4 ടീസ്പൂൺ, വെള്ളം 1 കപ്പ്. ചേരുവകൾ വിശദമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ല് കുറഞ്ഞ കഷ്ണങ്ങളാണ് ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവൻ മുട്ടയും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മുഴുവൻ മുട്ടയും ചേർത്താൽ ഈ ബാറ്റർ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിരിക്കില്ല. ഇനി ഇത് 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ചിക്കനും കൂടി ഒരുമിച്ചിട്ട് വറുത്തെടുക്കരുത്, എന്നാൽ ഇതെല്ലാം കൂടെ ഒട്ടി പിടിച്ചു പോകും. വറുത്തെടുക്കുമ്പോൾ നമ്മൾ തീ മീഡിയത്തിൽ അല്ലെങ്കിൽ സിമ്മിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗം വെന്തിട്ടുണ്ട്, നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ചിക്കനും വറുത്തെടുക്കാം. ഞാനിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ വറുത്തില്ലേ എണ്ണ, അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് 3-4 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല, ഞാൻ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. കാരണം ഇപ്പോഴേ ചേർത്താൽ നമ്മുടെ കറിക്ക് നല്ല എരിവ് കാണും. സാധാരണ ചില്ലി ചിക്കന് കുറച്ച് എരിവ് വേണം, പക്ഷെ ഇവിടെ മോളുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല, ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പം നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് പച്ചമുളക് ചേർത്താൽ മതി. അപ്പോൾ ആ ഫ്ലേവറും കിട്ടും, അത്ര എരിവും കാണില്ല. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അധികം വേവിച്ചെടുക്കേണ്ട കാര്യമില്ല, പകുതി വെന്ത് വന്നാൽ മതി. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, അതായത് സവാള വഴറ്റിയെടുക്കാനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതിന് ശേഷം നമ്മൾ സോസ് ചേർക്കും, അപ്പോൾ അതിൽ ഉപ്പുണ്ട്, അപ്പോൾ കൂടി പോകരുത്. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1.5 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 4 ടീസ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർത്തത്. സാധാരണ നമ്മൾ ആദ്യം ആ വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ചേർക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ സോസൊക്കെ ചിക്കനിൽ നല്ലവണ്ണം പിടിച്ചു വരും. ഇപ്പം നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെങ്കിൽ ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനി സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.